ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആപ്പിൾ ഈക്കോസിസ്റ്റം മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐഫോൺ 13ഉം ഐഫോൺ 13 പ്രോയിൻ്റെ ലോഞ്ചിനെ കുറിച്ചാണ്. അപ്പോൾ ലോഞ്ച് ഇവൻറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് നിന്നുള്ള നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻസാണ് നമ്മളിന്നിവിടെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്യൂട്ടായിട്ടുള്ള ഏതൊരു ഐഫോണാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ളത് അതിനകത്തുള്ള എൻ്റെ ഒരു അഭിപ്രായങ്ങളുടെയും കൂടിയാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ രണ്ട് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സൂപ്പർ പവർ തന്നെയാണ്. ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏത് ഐഫോണാണ് നമുക്ക് ആപ്റ്റ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് ഐഫോൺ 13 പ്രോ കാണാം, ഐഫോൺ കാണാം, ഐഫോൺ 12 കാണാം. അതുപോലെ തന്നെ നമ്മൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തേക്കുന്ന ഐഫോൺ SEയും കാണാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ കമ്പനി നമുക്ക് ഇതിനകത്ത് സ്പെസിഫൈ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഐഫോൺ 13 പ്രോ എന്ന് പറഞ്ഞ ഒരു അൾട്ടിമേറ്റ് ഫോൺ എന്ന രീതിയിലാണ്. അതേപോലെ തന്നെ ഐഫോൺ 13 എന്ന് പറഞ്ഞൊരു ടോട്ടൽ പവർ ഹൗസ് എന്ന നിലയിലാണ് പറയുന്നത്. അതേപോലെ തന്നെ ഐഫോൺ 12ൻ്റെ ലൈനപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേസിങ് എന്ന് പറയുന്നത്, അതായത് അതും കമ്പനിയുടെ അഭിപ്രായത്തിൽ അമേസിങ് ആസ് എവർ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഐഫോൺ SE ഒരു വിശേഷിപ്പിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ലോഡ്സ് ഓഫ് ലവ് ആൻഡ് ലെസ് സ്പെൻഡ് എന്ന് പറഞ്ഞാണ്. അതേപോലെ തന്നെ നമ്മളിതിൻ്റെ പ്രൈസിങ് വരുമ്പോൾ പറഞ്ഞാൽ ഐഫോൺ 13 പ്രോയ്ക്ക് 1,19,900 രൂപയാണ്. അതേപോലെ തന്നെ ഐഫോൺ 13 ഈ പറഞ്ഞ പോലെ 69,990 രൂപയാണ്. ഐഫോൺ 12 59,900, ഐഫോൺ SEക്ക് 39,900 രൂപയാണ് പ്രൈസിങ് വരുന്നത്. ഡിസ്പ്ലേ സൈസിൻ്റെ കേസ് വരുമ്പോൾ ഐഫോൺ 13 പ്രോ മാക്സ് എന്ന് പറയുന്നത് 6.7 ഇഞ്ചും അതേപോലെ തന്നെ ഐഫോൺ 13 പ്രോ എന്ന് പറയുന്നത് 6.1 ഇഞ്ചുമാണ്. അത് എല്ലാം ഓൾ സ്ക്രീൻ OLED ഡിസ്പ്ലേ വിത്ത് പ്രോ മോഷനാണ്. അതേപോലെ തന്നെ ഐഫോൺ 13ൽ 6.1 ഇഞ്ചും 5.4 ഇഞ്ചുമാണ് മിനി വെർഷൻ വരുന്നത്. അത് ഓൾ സ്ക്രീൻ OLED ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ 12 മിനിക്ക് വരുന്നത് 5.4 ഇഞ്ചും ഐഫോൺ 12ന് 6.1 ഇഞ്ചുമാണ്. അത് ഓൾ സ്ക്രീൻ OLED ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ ഐഫോൺ SEക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ LCD ഡിസ്പ്ലേ ആണ്, 4.7 ഇഞ്ചാണ്. ഇനി ക്യാമറയുടെ കേസ് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഐഫോൺ 13ൽ ടെലിഫോണിക്കും വൈഡും അൾട്രാ വൈഡുമാണ്. അതേപോലെ തന്നെ അത് വെറും 13 ആവുന്ന സമയത്ത് ടെലിഫോണിക് ഉണ്ടാവില്ല, വൈഡും അൾട്രാ വൈഡും ആയിരിക്കും. 12നകത്ത് അൾട്രാ വൈഡും വൈഡും ഉണ്ട്. അതേപോലെ തന്നെ SEക്കകത്ത് ഈ പറയുന്ന പോലെ തന്നെ വൈഡും മാത്രമാണ് ഉള്ളത്. ഇനി ചിപ്പിൻ്റെ കേസ് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഐഫോൺ 13 പ്രോ മോഡൽസിന് A15 ചിപ്പാണ്. അത് ബയോണിക് ചിപ്പാണ് A15ൻ്റെ. അത് ഐഫോൺ 12ൽ വരുമ്പോൾ അത് A14ഉം ഐഫോൺ SEയിൽ വരുമ്പോൾ A13ഉമാണ്. നെറ്റ്വർക്കിൻ്റെ കേസിൽ വരുമ്പോൾ SE ഒഴിച്ച് ബാക്കി എല്ലാ മോഡലും 5G സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ മാക്സ് സേഫ് വയർലെസ് ചാർജിങ്ങും SE ഒഴിച്ച് ബാക്കി എല്ലാ മോഡലും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് 13 പ്രോയിൽ 23 മണിക്കൂറും വീഡിയോ പ്ലേ ബാക്കിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ സെയിം സംഭവം തന്നെ നമുക്ക് ഐഫോൺ 13ലാവുമ്പോൾ 19 മണിക്കൂറിലും ഐഫോൺ 12ലാവുമ്പോൾ 17 മണിക്കൂറും അത് SE ആവുമ്പോൾ അതൊരു 13 മണിക്കൂറായിട്ട് ചുരുങ്ങുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് ഐഫോൺ 13 പ്രോയിൻ്റെയും ഐഫോൺ 13 പ്രോ മാക്സിൻ്റെയും ടെക് സ്പെസിഫിക്കേഷൻസ് നോക്കാം. ഇതിൻ്റെ കളർ വേരിയൻസ് എന്ന് പറയുന്നത് രണ്ടിലും ഗ്രാഫൈറ്റ്, ഗോൾഡ്, സിൽവർ, സെയ്റ ബ്ലൂ എന്ന് പറയുന്ന 4 വേരിയൻ്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് ലഭ്യമാകുന്നത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെറാമിക് ഷീൽഡാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു സെറാമിക് ഷീൽഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ടെക്സ്ചേർഡ് മാറ്റ് ഗ്ലാസ് ആണ് ബാക്കിൽ. അതേപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഡിസൈനാണ്. ഇനി നമുക്കിതിൻ്റെ സ്റ്റോറേജ് ആണ് നോക്കുന്നത്. ഇത് രണ്ട് വേരിയൻസും 128 GB സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം 256ഉം 512 GB നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ 1 TB സ്റ്റോറേജും അവൈലബിൾ ആണ്. ഇനി നമുക്ക് സൈസും വെയ്റ്റുമാണ് നോക്കുന്നത്. ഐഫോൺ 13 പ്രോയിൽ 146.7 മില്ലിമീറ്റർ ഹൈറ്റും 71.5 മില്ലിമീറ്റർ വിഡ്ത്തുമാണ് വരുന്നത്. വെയ്റ്റ് എന്ന് പറയുന്നത് 203 grams ആണ്. ഇനി ഐഫോൺ 13 പ്രോ മാക്സിൻ്റെ വരുമ്പോൾ
ഹൈറ്റ് എന്ന് പറയുന്നത് 160.8 മില്ലിമീറ്ററും വിഡ്ത്ത് എന്ന് പറയുന്നത് 78.1 മില്ലിമീറ്ററുമാണ്. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 238 ഗ്രാംസ് ആണ്. ഇനി നമുക്ക് ഈ രണ്ട് ഡിവൈസിൻ്റെ ഡിസ്പ്ലേ ആണ് നോക്കുന്നത്. iPhone 13 Proയ്ക്ക് 6.1 ഇഞ്ച് ഡിസ്പ്ലേയും അതേപോലെ തന്നെ iPhone 13 Pro Maxന് 6.7 ഇഞ്ച് ഡിസ്പ്ലേയുമാണ്. രണ്ടിലും വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ ആണ് വിത്ത് പ്രോ മോഷനാണ് വരുന്നത്. ഇനി ഈ iPhone 13 വരുമ്പോൾ അതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 2536x1170 ആണ്. അത് iPhone 13 Pro Max വരുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2778x1284 ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. ഈ രണ്ട് മോഡൽസിനും പ്രോ മോഷൻ ടെക്നോളജി വിത്ത് അഡാപ്റ്റീവ് റീഫ്രഷ് റേറ്റ്സ് അപ് ടു 120 Hz ആണ്. പിന്നെ HDR ഡിസ്പ്ലേ ആണ്, ട്രൂ ടോൺ ആണ്, വൈറ്റ് കളറാണ്, ഹാപ്റ്റിക് ടച്ച് ആണ്. പിന്നെ കോൺട്രാസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 ലക്ഷമാണ്. അതിൻ്റെ വാട്ടർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് IP68 ആണ്. അതായത് മാക്സിമം 6 മീറ്റർ വരെ ഡെപ്തിൽ 30 മിനിറ്റ് വരെ കിടന്നാലും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. പിന്നെ ഇതിനകത്ത് ചിപ്പ് യൂസ് ചെയ്തിരിക്കുന്നത് A15 Bionic ചിപ്പാണ്. അതായത് പുതിയ 6 കോർ CPU ആണ്. അതിനകത്ത് 2 കോർ എന്ന് പറഞ്ഞാൽ പെർഫോമൻസിനും അതുപോലെ തന്നെ 4 കോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫിഷ്യൻസിക്കാണ്. അതുപോലെ തന്നെ പുതിയൊരു 5 കോർ GPU ഉണ്ട്. പുതിയ 16 കോർ ന്യൂറൽ എഞ്ചിനും ഉണ്ട്. ഇനി ക്യാമറ സ്പെസിഫിക്കേഷൻസ് ആണ് നോക്കുന്നത്. ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രോ ക്യാമറയാണ്. അതായത് 12 MP ടെലിഫോട്ടോയ്ക്കും വൈഡിനും അൾട്രാ വൈഡ് ക്യാമറ ആയിട്ടാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടെലിഫോട്ടോയുടെ അപ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f2.8 ആണ് അപ്പറേച്ചർ വരുന്നത്. വൈഡിൻ്റെ വരുന്നതെന്ന് പറഞ്ഞാൽ f1.5 ആണ്. അൾട്രാ വൈഡിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ f1.8 അപ്പറേച്ചറും 120 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ആണ്. അതേപോലെ തന്നെ 3x ഒപ്റ്റിക്കൽ സൂമും 2x ഒപ്റ്റിക്കൽ സൂം ഔട്ടും 6x ഒപ്റ്റിക്കൽ സൂം റേഞ്ചുമാണ്. ഡിജിറ്റൽ സൂം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് 15x വരെ പോകുന്നതാണ്. പിന്നെ നൈറ്റ് മോഡ് പോർട്രേറ്റ്സ് എനേബിൾ ചെയ്തിട്ടുണ്ട്. അത് ലിഡാർ സ്കാനർ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ പോർട്രേറ്റ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ് ബ്രോക്കെ ആൻഡ് ഡെപ്ത് കൺട്രോൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ പോർട്രേറ്റ് ലൈറ്റിംഗ് വിത്ത് 6 FX ആണ്. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ക്യാമറ മോഡ്യൂളിൽ. ഒരു കുറേ ഫീച്ചേഴ്സാണ്. മാക്രോ ഫോട്ടോഗ്രാഫി, ആപ്പിൾ പ്രോറോ അങ്ങനെ പറഞ്ഞിട്ടുള്ള വൈഡ് കളർ ക്യാപ്ചർ, ഫോട്ടോ ആൻഡ് ലൈവ് ഫോട്ടോസിനകത്ത് ഇങ്ങനെ ഒരു ലോഡ് കണക്കിനാണ് ഇതിനകത്ത് ക്യാമറ ഫീച്ചേഴ്സ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് ആണ്. അപ്പോൾ വീഡിയോ റെക്കോർഡിങ്ങിന് നമുക്കിതിനകത്ത് പുതിയതായിട്ട് വന്നിരിക്കുന്നത് സിനിമാറ്റിക് മോഡാണ് റെക്കോർഡിങ്ങിന് വരുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് സിനിമയിലൊക്കെ എടുക്കുന്ന രീതിയിലുള്ള ഒരു ഷാലോ ഡെപ്തിൽ കിട്ടുന്നതാണ്. അതായത് 180p അറ്റ് 30 FPS വരെ കിട്ടുന്നതാണ്. പിന്നെ HDR വീഡിയോ റെക്കോർഡിംഗ് വിത്ത് ഡോൾബി വിഷൻ ആണ്. അപ് ടു 4K അറ്റ് 60 FPS ആണ്. അതായത് ഇതിൻ്റെ സാധാരണ റെക്കോർഡിങ് വരുന്നതെന്ന് പറഞ്ഞാൽ 4K റെക്കോർഡിങ് 24 FPS-ഉം 25 FPS-ഉം അതുപോലെ തന്നെ 30 FPS-ഉം അപ് ടു 60 FPS വരെ 4Kയും റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതേപോലെ നമുക്ക് നല്ല രീതിയിലുള്ള പുതിയ ഫീച്ചേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇതിൻ്റെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതേപോലെ തന്നെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ട്രൂ ഡെപ്ത് ക്യാമറയാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 12 MP ആണ്. അതിനകത്ത് f2.2 അപ്പറേച്ചറാണ് ഇതിനകത്തുള്ളത്. പിന്നെ പോർട്രേറ്റ് മോഡും അഡ്വാൻസ്ഡ് ബ്രോക്കെ ആൻഡ് ഡെപ്ത് കൺട്രോളൊക്കെ ഉണ്ടാകുന്ന ഒരു സൈസ് ക്യാമറകളൊക്കെയാണ് ഇതിനകത്ത് കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ ആപ്പിൾ പ്രോറോ, ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽസ്, പിന്നെ നൈറ്റ് മോഡ്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇതിനകത്ത് നമുക്ക് കൊണ്ടുവന്നുണ്ട്. അതുപോലെ സിനിമാറ്റിക് വീഡിയോ റെക്കോർഡിങ്, അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു ട്രൂ ഡെപ്ത് ക്യാമറ ആയതുകൊണ്ട് നമുക്കിതിനകത്ത് സാധ്യമാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് പറയാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുന്നോളം ഫീച്ചേഴ്സാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് ഇതിൻ്റെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കുറേ ഡീറ്റെയിൽസ് കിട്ടും. അതായത് എന്തൊക്കെയാണെന്ന് ഇൻ ഡെപ്ത് നമുക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സൈറ്റ് നോക്കി കഴിഞ്ഞാൽ കുറേ ഡീറ്റെയിൽസ് കാണാം.
ഇതിൻ്റെ ഫ്രണ്ടിൽ ട്രൂ ഡെപ്ത് ക്യാമറ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഫേഷ്യൽ റെക്കഗ്നീഷന് നമുക്ക് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് സെല്ലുലർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് 5G ആണ് നമുക്ക് സെല്ലുലർ നെറ്റ്വർക്ക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്കിതിനകത്ത് ബ്ലൂടൂത്ത് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5.0 ആണ്. അതേപോലെ തന്നെ വൈഫൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഫൈ 6 ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. NFC ഉണ്ട്, അതേപോലെ തന്നെ അൾട്രാ വൈഡ് ബാൻഡ് ചിപ്പ് ഫോർ സ്പേഷ്യൽ അവയർനെസ്, അതേപോലെ തന്നെ ലൊക്കേഷൻ ആണെങ്കിൽ ബിൽറ്റ് ഇൻ GPS ഉണ്ട്, അതേപോലെ തന്നെ ഗലീനിയോ, അതേപോലെ തന്നെ ഡിജിറ്റൽ കോമ്പസ്, വീഡിയോ കോളിനാണെങ്കിൽ ഫേസ് ടൈം ഉണ്ട്, അതേപോലെ തന്നെ ഓഡിയോ കോളിങ്ങിനാണെങ്കിൽ നമുക്ക് എന്താ പറയുക ഫേസ് ടൈം ഓഡിയോ ഉണ്ട്. ഇതൊക്കെ സാധാരണ നമ്മളെല്ലാ ഐഫോണിലും കണ്ടുവരുന്ന സംഭവങ്ങൾ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ പ്രോ മോഡൽസ് തന്നെ ഇതിൻ്റെ പുതിയ കുറേ ഫീച്ചേഴ്സും കൂടെ ഇതിനകത്ത് അഡീഷണലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഓഡിയോ പ്ലേ ബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഡിയോ ഫോർമാറ്റ് എല്ലാ വിധത്തിലുള്ള ഒരു ഓഡിയോ ഫോർമാറ്റ്സും സപ്പോർട്ട് ചെയ്യും. പിന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ള സ്പേഷ്യൽ ഓഡിയോ പ്ലേ ബാക്കും എല്ലാം ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ വീഡിയോ പ്ലേ ബാക്ക് എന്ന് പറഞ്ഞാൽ HDR വിത്ത് ഡോൾബി വിഷനും അതേപോലത്തെ എല്ലാ ടൈപ്പ് വീഡിയോ ഫോർമാറ്റ്സും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് അടുത്തത് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് സിറിയാണ്. നമുക്കിതിനകത്ത് വരുന്നത് സിറിയുടെ വെർഷൻ 8 ആണ്. ഈ ഒരു നമുക്ക് ഈ iPhone 13 പ്രോയിലും ആ ഒരു ലൈനപ്പിൽ വരുന്നതെന്ന് പറഞ്ഞാൽ സിറിയുടെ 8th വെർഷനാണ് വരുന്നത്. അപ്പം നമുക്ക് ഹാൻഡ്സ് ഫ്രീ ആണ്. നമുക്ക് സാധാരണ സിറിയെ പോലെ തന്നെ വോയിസ് ഫ്രീ ആണ് സംഭവം. നമുക്ക് ഹേ സിറി എന്ന് പറയുമ്പോൾ കമാൻഡ് പ്രോംപ്റ്റ് ആവും. പിന്നെ ഇതിനകത്ത് എക്സ്റ്റേണൽ ബട്ടൺസ് ആണ്. അത് ഇതിനകത്ത് ബട്ടൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോളിയം അപ്പ്, വോളിയം ഡൗണ്, പിന്നെ സൈലൻ്റ് ആക്കാനുള്ള ബട്ടൺ, പിന്നെ ഇതിൻ്റെ ടോപ്പിൽ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്പീക്കർ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു മൈക്രോഫോൺ വരുന്നുണ്ട്. പിന്നെ സൈഡിൽ നമുക്ക് ബട്ടൺ ഉണ്ട്, പവർ ബട്ടൺ ഉണ്ട്. പിന്നെ അതിനകത്ത് താഴെ വരുന്നതെന്ന് പറഞ്ഞാൽ ലൈറ്റ്നിങ് കേബിളിൻ്റെ ഒരു കണക്ടർ വരുന്നുണ്ട്, പിന്നെ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, പിന്നെ ബിൽറ്റ് ഇൻ മൈക്രോഫോൺസും വരുന്നുണ്ട്. പിന്നെ പവറും ബാറ്ററീൻ്റെ ഉള്ളതാണ്. പിന്നെ വീഡിയോ പ്ലേ ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 22 hours ആണ്. ഇത് പ്രോ മാക്സിൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ 28 hours ആണ്. അതുപോലെ തന്നെ സ്ട്രീം ചെയ്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ 20 hours ആണ് പ്രോയിലും, 25 ആണ് പ്രോ മാക്സിലും. അതുപോലെ ഓഡിയോ പ്ലേ ബാക്ക് 75 hours പ്രോയിലും, 75 പകരം 95 hours ആണ് പ്രോ മാക്സിൽ വരുന്നത്. പിന്നെ രണ്ടിൽ ഉപയോഗിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ബിൽറ്റ് ഇൻ റീചാർജബിൾ ലിഥിയം അയൺ ബാറ്ററിയാണ്. പിന്നെ മാക്സ് സേഫ് വയർലെസ് ചാർജിങ് എല്ലാം സപ്പോർട്ട് ചെയ്യും രണ്ട് ഡിവൈസിലും. പിന്നെ അലൈൻമെൻറ്റ്, മാഗ്നറ്റ്, അങ്ങനത്തെ എല്ലാം സപ്പോർട്ട് ചെയ്യും. സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഫേസ് ID ഉണ്ട്, ലിഡാർ ഉണ്ട്, ബാരോമീറ്റർ ഉണ്ട്, 3 axis ഗൈറോ ഉണ്ട്, ആക്സിലറോമീറ്റർ ഉണ്ട്, പ്രോക്സിമീറ്റർ സെൻസർ ഉണ്ട്, പിന്നെ ആംബിയൻ ലൈറ്റ് സെൻസർ ഉണ്ട്. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇതിനകത്ത് പ്രീ ലോഡഡ് ആയിട്ട് വരുന്നത് iOSൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനായ iOS 15 ആണ്. പിന്നെ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് സ്ഥിരം നമുക്കിതിനകത്ത് നമ്മുടെ ഐഫോൺസിലുള്ള ഫീച്ചേഴ്സാണ്. വോയിസ് കൺട്രോൾ, വോയിസ് ഓവർ, സിറി ആൻഡ് ഡിക്റ്റേഷൻ, അങ്ങനെ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന എല്ലാ ആക്സസിബിലിറ്റി ഫീച്ചേഴ്സും ഈ പുതിയ iPhone 13 Pro മോഡൽസിന് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ബിൽറ്റ് ഇൻ ആപ്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ബിൽറ്റ് ഇൻ ആപ്സും നമുക്കിതിനകത്ത് അവൈലബിൾ ആണ്. നമുക്ക് പഴയ ലൈനപ്സിലെ പോലെ തന്നെ ഇതിനകത്ത് എല്ലാത്തിലും പുതിയ ഐഫോണിൻ്റെ ഈ ലൈനപ്പിൽ നമുക്ക് ബിൽറ്റ് ഇൻ ആപ്സും അവൈലബിൾ ആണ് നമുക്ക് ഐഫോൺ ലൈനപ്പിലുള്ള. അതേപോലെ തന്നെ ഫ്രീ ആപ്സായ iMovie, ആപ്പിൾ സപ്പോർട്ട്, ക്ലിപ്സ് എന്നിവയെല്ലാം നമുക്ക് ഈ ഒരു പുതിയ iPhone 13 പ്രീ ലോഡഡ് വരുന്നതാണ്. പിന്നെ സിം കാർഡ്സ് എന്ന് പറഞ്ഞാൽ ഡ്യുവൽ സിമ്മും പിന്നെ അതുപോലെ തന്നെ eSIM ഒക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ റേറ്റിംഗ് ഫോർ ഹിയറിംഗ് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ M3 T4 ആണ്. പിന്നെ മെയിൽ അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവിധം ഫോർമാറ്റുകളും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും. JPG, അതേപോലെ തന്നെ GIF, DOCX, PDF, അങ്ങനെ സകലവിധ സംഭവങ്ങൾ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ സിസ്റ്റം സപ്പോർട്ട് എന്ന് പറയുകയാണെങ്കിൽ Apple ID വേണം, പിന്നെ ഇൻ്റർനെറ്റ് ആക്സസ് വേണം,
പിന്നെ സിങ്ക്രണൈസേഷൻ ഓഫ് മാക്ക് വിത്ത് ഒരു PC ആണെങ്കിൽ നമുക്ക് മാക് OSൻ്റെ വേർഷൻസ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തത് നമുക്ക് നോക്കുന്നതെന്ന് പറഞ്ഞാൽ എൻവിറോൺമെൻറ്റൽ റിക്വയർമെൻറ്റ്സ് ആണ്. ഓപ്പറേറ്റിംഗ് ആംബിയൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 0 to 35 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. പിന്നെ നോൺ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 20 ഡിഗ്രി to 45 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ ലാംഗ്വേജ് സപ്പോർട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഇനിയെന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും മെയിനായിട്ടുള്ളത് ഇൻസൈഡ് ദ ബോക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. നമുക്ക് ഇൻസൈഡ് ദ ബോക്സ് എന്ന് പറഞ്ഞാൽ ഒരു iPhone 13 അതേപോലെ തന്നെ ഒരു USB-C പോർട്ട് വിത്ത് ലൈറ്റ്നിങ് കണക്ടറും പിന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻസും മാത്രമാണ് ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ പ്രൈസിങ് പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നോക്കുന്നത്. ഇപ്പം നമുക്ക് 2 പ്രൈസിങ്ങിലാണ് വരുന്നത്. iPhone 13 Pro എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് 1,19,900 രൂപയാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് 89,900 രൂപയ്ക്ക് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് iPhone 13 Pro Maxൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1,29,900 രൂപയാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഒരു പർച്ചേസ് ചെയ്യുന്നതെന്നും കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. അപ്പം നമുക്ക് ആദ്യമേ നമുക്ക് ഈ ഒരു iPhone 13 പർച്ചേസ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഏത് വേരിയൻ്റ് ആണെന്നുള്ളത് തിരഞ്ഞെടുക്കും. അതിനുശേഷം നമുക്ക് കളർ ഏതാണ് വേണ്ടതെന്നുള്ളത് ചൂസ് ചെയ്യും. അപ്പം നമുക്കൊരു കളർ ചൂസ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം നമുക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി സെലക്ട് ചെയ്യാം. അപ്പോൾ സ്റ്റോറേജ് നമ്മളിവിടെ 256 ആണ് ഓപ്റ്റ് ചെയ്തേക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ആപ്പിൾ കെയർ വാറണ്ടിയും കവറേജും വേണമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് ആ ഒരു ഓപ്ഷൻസും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ 1,56,800 രൂപയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഇത്രയും പ്രൈസ് കൊടുത്തിട്ട് നല്ലൊരു പ്രോഡക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ നമുക്ക് EMI ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ EMI ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് EMIs ഉണ്ട്. ഇതിനകത്ത് കുറേ ഇൻസ്റ്റാൾമെൻറ്റ്സ് കാണിക്കുന്നുണ്ട്. അതായത് 3 months തൊട്ടിട്ട് ഉള്ള കാണിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് ലിസ്റ്റ് ഓഫ് അവൈലബിൾ ബാങ്ക്സ്. ഇപ്പോൾ ഇതിനകത്ത് നമ്മുടെ SBI അങ്ങനെ നമുക്ക് ഫേമസ് ആയിട്ടുള്ള ബാക്കി എല്ലാ ബാങ്കുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് EMI മുഖാന്തരം വേണമെങ്കിലും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് iPhone 13ൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.